Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് നമ്പേഴ്സിന്റെ GCD എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ GCD എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഓക്കെ, അതായത് നമ്മൾ രണ്ട് നമ്പർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതിനാണ് നമ്മൾ GCD എന്ന് പറയുക. അപ്പോൾ GCDയുടെ വേറെ പേരാണ് HCF. ഓക്കെ, അപ്പോൾ GCD ആണ് നമ്മൾ HCF എന്ന് പറയുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇപ്പോൾ ദാ രണ്ട് നമ്പർ 18ഉം 27ഉം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്? ആദ്യം 18ന്റെ ഫാക്ടേഴ്സ് എഴുതും. ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അറിയാലോ, അതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ഏതൊക്കെയാണോ അത്. അപ്പോൾ 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും, 3, 6, 9, 18. ഇത്രയാണ് 18ന്റെ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ 27ന്റെ ഫാക്ടേഴ്സ് എഴുതും. മനസ്സിലായല്ലോ? എന്നിട്ട് ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പോൾ ഇതിനകത്ത് രണ്ടിലൂടെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 വരും, 3 വരും, 9 വരും. ശരിയല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതാണ് HCF അല്ലെങ്കിൽ GCD. രണ്ടും പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പൊ ഇതിപ്പോ രണ്ട് നമ്പേഴ്സിന്റെയാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ നമ്പേഴ്സിന്റെ GCD കണ്ടുപിടിക്കാം. 3 നമ്പറിന്റെ ആണെങ്കിലും 4 നമ്പറിന്റെ ആണെങ്കിലും എത്രന്റെ ആണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ. ഫാക്ടേഴ്സ് എഴുതിയിട്ട് കോമൺ ആയിട്ട് വരുന്ന എഴുതുക, അതിനകത്ത് ഏറ്റവും വലുത് കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ജാവ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഫൈൻഡ് GCD കൊടുക്കാം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് നെയിം കൊടുക്കാം. അപ്പൊ എന്താണ്, ഇപ്പൊ രണ്ട് നമ്പറിന്റെ GCD ആണല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് വാങ്ങുകയാണ് യൂസറുടെ കയ്യിൽ നിന്ന്. എൻ്റെ ഫസ്റ്റ് നമ്പർ കൊടുത്തു. എന്നിട്ട് സ്കാനർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ അതിനെ വാങ്ങിക്കുകയാണ്. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുത്തു. ഇനി ഫസ്റ്റ് നമ്പർ, ഇപ്പം ഞാൻ രണ്ട് നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ഈക്വൽ ടു SE ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് കൊടുത്തു. ആദ്യത്തെ നമ്പർ വാങ്ങി. ഇനി എങ്ങനെയാണ് രണ്ടാമത്തെ നമ്പർ വാങ്ങണ്ടേ? അപ്പോൾ സിസ് ഔട്ട് എൻ്റർ നെക്സ്റ്റ് നമ്പർ കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആണല്ലോ. അപ്പോൾ എൻഡ് y ഈക്വൽ ടു SE ഡോട്ട് നെക്സ്റ്റ് ഇൻഡ്. അപ്പോൾ നമ്മൾ രണ്ട് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്, എക്സും വൈയും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കണം. അതായത് 1 തൊട്ട് നമുക്ക് ആ നമ്പർ വരെയല്ലേ വേണ്ടത്, ശരിയല്ലേ? അതായത് നമ്മളിതായിട്ട് ഈ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 18ന്റെ ഫാക്ടർ നമ്മൾ ലൂപ്പ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം 18നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്നല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ലൂപ്പ് ചെയ്യണം. എവിടം തൊട്ട് എവിടം വരെയാണ് ലൂപ്പ് ചെയ്യേണ്ടത്? 1 തൊട്ട് ആ നമ്പർ വരെ നമുക്ക് ലൂപ്പ് ചെയ്താൽ മതിയല്ലോ. പിടികിട്ടിയല്ലോ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ ലൂപ്പ് ചെയ്യാൻ. രണ്ടാമത്തെ നമ്പറിനെ എങ്ങനെയാണ്? 1 തൊട്ട് ആ നമ്പർ വരെ ലൂപ്പ് ചെയ്യണം, ശരിയല്ലേ? അതിലും കൂടുതൽ നമുക്ക് പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഇൻറ്റ്, സാധാരണ i ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കുന്നത്. 0 വേണ്ടല്ലോ, 1 തൊട്ടല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക. i ഈക്വൽ ടു 1 കൊടുക്കുക. എന്നിട്ട് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് ആദ്യത്തെ നമ്പറിന് ലെസ്സോ ഈക്വലോ ആകുന്നത് വരെ പോയാൽ മതി, ശരിയല്ലേ? അതായത് ഇപ്പം ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 18ൽ കുറവോ വരുന്നത് വരെ നമ്മൾ മതി, ശരിയല്ലേ? 18 കൂടുതൽ വേണ്ടല്ലോ അല്ലേ? 18 ഈക്വൽ ആകുമ്പോൾ നിർത്തുക, ശരിയല്ലേ? എന്നിട്ട് അടുത്ത നമ്പർ അതുപോലെ തന്നെ എഴുതണ്ടേ? അപ്പം നമ്മൾ ആൻഡ് ഇട്ടിട്ട് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. രണ്ട് നമ്പേഴ്സിന്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്യണമല്ലോ. അതായത് ആദ്യത്തെ ലൂപ്പ് ചെയ്യുമ്പോൾ എത്രയാണ്? എക്സ് വരെ. രണ്ടാമത്തെ ലൂപ്പ് ചെയ്യുമ്പോൾ എത്രയാണ്? y വരെ. അപ്പൊ ആ രണ്ട് കണ്ടീഷനൂടെ നമുക്ക് ഈ സെക്കൻഡ് ഇതിനകത്ത് കൊടുക്കാം. എവിടെ വരെ വേണം എന്നുള്ളത് നമുക്ക് ഒരു ആൻഡ് ഇട്ട് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് i++. പിടികിട്ടിയല്ലോ? അപ്പൊ ഈ രണ്ടാമത് എഴുതുന്നതിനാണ് ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. പിടികിട്ടിയല്ലോ? ബാക്കി സെയിം തന്നെ. ഇനി എന്താ നോക്കേണ്ടത്? ഇപ്പോ ഇഫ് എക്സ് മോഡ് i ഈക്വൽ ടു 0 ആണോന്ന്. അതായത് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 18 വിചാരിക്കുക. 18 മോഡ് 1 എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലെ? പിന്നെ
ഐയുടെ വാല്യൂ കൂടും, 18 മോഡ് 2 ആവും, അത് 0 ആവും. ശരിയല്ലേ? പിന്നെ 18 മോഡ് 3, 18 മോഡ് 4, അങ്ങനെ 0 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അത് മാത്രം നമ്മൾ എടുത്താൽ മതി. അതാണല്ലോ ഫാക്ടേഴ്സ്. മോഡ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് 0 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഓരോ നമ്പർ എടുത്തു കഴിയുമ്പോഴും ഈ അകത്തെ ലൂപ്പിനകത്തോട്ട് കയറും. ആ നമ്പർ ഡിവൈഡഡ് ബൈ ഓരോ ഐയുടെ വാല്യൂ. ഇപ്പൊ ഏത് ഐയുടെ വാല്യൂ ഒക്കെയാണോ 0ക്ക് ഈക്വൽ ആയിട്ട് വരുന്നത് അത് മാത്രം നമുക്ക് എടുത്താൽ മതി. ശരിയല്ലേ? ഇനി നമുക്ക് എക്സ് മാത്രമല്ലല്ലോ, വൈയും എടുക്കണ്ടേ. അപ്പോൾ y മോഡ് i ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കണം. ഇപ്പൊ സപ്പോസ് GCD എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുകയാണ്. അതിനകത്തോട്ട് ഈ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇപ്പൊ അതാ ഞാൻ GCD ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ എറർ വരുന്നത്. അപ്പൊ ഞാനിവിടെ കൊടുക്കുകയാണ് ഇൻറ്റ് GCD ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 1 ആവും. ഓക്കെ, അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന നമ്പേഴ്സ് സപ്പോസ് 18, ഞാൻ കാണിച്ച എക്സാമ്പിളിൽ 27, ആ 2 നമ്പറാണ് ഞാൻ പാസ് ചെയ്തത്. അപ്പോൾ ആദ്യം എത്രയാണ്? ഐയുടെ വാല്യൂ 1 ആണ് അല്ലേ. 1 ലെസ് ദാൻ 18 ആണ്, പിന്നെ 1 ലെസ് ദാൻ 27 ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ അകത്തെ ലൂപ്പിനകത്തോട്ട് കയറും. എന്നിട്ട് നോക്കും 18 മോഡ് 1 ഈക്വൽ ടു 0 ആണോ? അതെ. നെക്സ്റ്റ് 27 മോഡ് 1 ഈക്വൽ ടു 0 ആണോ? അതെ. അപ്പൊ അങ്ങനെയാണ് ഐയുടെ വാല്യൂ എത്രയാണ്? 1 എന്നുള്ളത് ആ GCD എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആയി. പിന്നെ വീണ്ടും i++ ആകുമ്പോൾ ഐയുടെ വാല്യൂ 2 വരും. ശരിയല്ലേ? എന്നിട്ട് ഈ 18 മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കും. പിന്നെ 27 മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 2. അപ്പൊ 1 മാറി 2 ഇവിടെ വരും. കിട്ടിയല്ലോ. പിന്നെ അത് 3 ആവും. അപ്പൊ 3 വരുമ്പോൾ 3 വെച്ചും ഡിവിസിബിൾ ആണ്. അപ്പൊ ഈ ഐയുടെ വാല്യൂ 3 GCDക്കകത്തോട്ട് വരും. അപ്പൊ ഓരോ തവണ ആകുമ്പോഴും ആകെ ഞാൻ ഈ ഒരൊറ്റ വേരിയബിളെ കൊടുത്തിട്ടുള്ളൂ. അവസാനം ഏറ്റവും വലുത് ഏതാണോ കോമൺ ആയിട്ട് ഡിവിസിബിൾ ആയിട്ട് വരുന്നത് അതായിരിക്കും ഇതിനകത്തുള്ളത്. മനസ്സിലായോ? നേരത്തെ കിടന്ന വാല്യൂനെ റീറൈറ്റ് ചെയ്തിട്ട് പുതിയ വാല്യൂ വരും. പിടികിട്ടിയല്ലോ? അങ്ങനെ നമുക്ക് ഏറ്റവും വലുത് അവസാനം ആകുമ്പോൾ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് പുറത്ത് വന്നിട്ട് സിസ് ഔട്ട് GCD ഈസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം പ്ലസ് GCD കിട്ടിയല്ലോ. ഇപ്പൊ ഇത് നമുക്ക് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇത് റൺ ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ കൊടുക്കാൻ ഇപ്പൊ നമുക്ക് 18 ഉം 27 നമ്മൾ കാണിച്ച എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. അപ്പൊ ദാ അതിന്റെ GCD 9. ശരിയല്ലേ? ദാ ഇതിന്റെ ഫാക്ടേഴ്സ് 1 ഉം 3 ഉം 9 ഉം ആയിരുന്നു. GCD അല്ലെങ്കിൽ HCF 9. പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ കൊടുത്തു നോക്കാം. ഇപ്പൊ GCD ഇല്ലാത്ത, ഇപ്പൊ ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് കിട്ടിയത്. ഇനി അത് ഇല്ലാത്ത 2 നമ്പേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് ഔട്ട്പുട്ട് വരുമെന്ന് നോക്കാം. അതായത് 2 നമ്പർ കൊടുക്കുന്നതിനും കോമൺ ആയിട്ടൊന്നുമില്ല. ഞാൻ കൊടുക്കുകയാണ് 32 23 കൊടുക്കുകയാണ്. ഇതിന് കോമൺ ആയിട്ട് ഒരു ഫാക്ടേഴ്സും ഇല്ല. അങ്ങനെ ആകുമ്പോൾ എത്രയാണ്? GCD 1. ശരിയല്ലേ? ആകെ 1 മാത്രമേ ഉള്ളൂ 2ലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരും. പിടികിട്ടിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുത്തിട്ട് GCDയിൽ പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ തവണയും ഈ GCDയുടെ വാല്യൂ വരുന്നത് നിങ്ങൾക്ക് പിടികിട്ടും. മനസ്സിലായോ? ഇപ്പൊ ഇതിങ്ങനെ ഫസ്റ്റ് നമ്പർ നമ്മുടെ 18 ഉം 27 ഉം കൊടുത്തെന്ന് വിചാരിക്കാം. ഓരോ തവണയും GCDയിലെ വാല്യൂ ആദ്യം 1 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നു. അപ്പോൾ GCDയുടെ വാല്യൂ 1 ആണ്. പിന്നെ അത് മാറി 3 ആയി, പിന്നെ 9 ആയി. അപ്പൊ അവസാനം 9 വന്നപ്പോൾ പിന്നെ ലൂപ്പിൽ നിന്ന് വെളിയിൽ വന്നല്ലോ. പിടികിട്ടിയല്ലോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റോർ ചെയ്ത വാല്യൂ ഏതാണോ അത് പ്രിന്റ് ആവും. പിടികിട്ടിയല്ലോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് 3 നമ്പറിന്റെ GCD ആണ് കാണാൻ ചോദിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ ഒരു നമ്പർ കൂടെ വാങ്ങിക്കുക. സിസ് ഔട്ട് എന്റർ തേർഡ് നമ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ എത്ര നമ്പേഴ്സിന്റെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ 2 കൂടുതലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എക്സാമിനോ വല്ലതും ചോദിക്കുക. അപ്പോൾ ഇൻറ്റ് ഇസഡ് ഈക്വൽ ടു SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്ന് കൊടുക്കുക. ഇസഡ് വാങ്ങി. ഇനി എന്താണ് ഈ കണ്ടീഷനകത്ത് നമ്മൾ ഒരു ആൻഡ് കൂടെ കൊടുക്കുക. ആൻഡ് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എന്നൂടെ കൊടുക്കണം. പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ആൻഡ് കൂടെ കൊടുത്തിട്ട് ഇസഡ് മോഡ് I ഈക്വൽ ടു 0. പിടികിട്ടിയല്ലോ. അതായത് ഈ ലൂപ്പിന്റെ വർക്കിംഗ് എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ.
അവസാനത്തെ വാല്യൂ മാത്രമേ സ്റ്റോർ ആവുന്നുള്ളൂ. നമുക്ക് ലാസ്റ്റിലത്തെ വാല്യൂ മാത്രം മതിയല്ലോ, ഫാക്ടേഴ്സ് ഒന്നും പ്രിന്റ് ചെയ്യേണ്ട. പിടികിട്ടിയല്ലോ. ഫാക്ടേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു അറേ വല്ലതും ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഓരോ തവണയും ഈ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്താൽ മതി. എന്നിട്ട് ആ അറേയുടെ വാല്യൂ ആ ഇൻഡെക്സ് പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോ GCD മാത്രം നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 3 നമ്പറിന്റെ GCD ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് നമ്പർ ഞാൻ കൊടുക്കുകയാണ്. 9 കൊടുത്തു, 18 കൊടുത്തു, 27 കൊടുത്തു. ഇതാ അതിൻ്റെ GCD 9. പിടികിട്ടിയല്ലോ. ഇനി വേണമെങ്കിൽ വേറൊരു നമ്പർ കൊടുക്കാം. 16, 36, 6. അതിൻ്റെ GCD 2. മനസ്സിലായോ? അപ്പോൾ ഇതിനെ മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 2 ആണ്. ഇതിപ്പോൾ 6 കൊടുത്തോണ്ടാണ്. കുറച്ചുകൂടെ വലിയ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വലുത് കിട്ടിയേനെ. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.